ഹലോ ഗുട്ടൻ ടാഗ്. നമ്മളിന്ന് നോക്കാൻ പോകുന്ന അഡിയക്റ്റീവാണ്. അഡിയക്റ്റീവ് ഇൻ കൊമ്പരാറ്റീവ് ആൻഡ് സൂപ്പർലാറ്റീവ് ഫോം. ഓക്കെ, അപ്പോൾ കൊമ്പരാറ്റീവ് സൂപ്പർലാറ്റീവ് നമുക്ക് ഇംഗ്ലീഷിൽ ഓൾറെഡി ഉള്ള ഒരു ടോപ്പിക്കാണ്. കൊമ്പരാറ്റീവ് എന്ന് പറഞ്ഞാൽ രണ്ട് സബ്ജക്റ്റിനെ തമ്മിൽ കമ്പയർ ചെയ്ത് പറയുമ്പോൾ ഒരു കമ്പാരിസൺ ചെയ്ത് പറയാൻ ഉപയോഗിക്കുന്ന മെത്തേഡാണ് കൊമ്പരാറ്റീവ് സൂപ്പർ. അതിപ്പോൾ രണ്ട് സബ്ജക്റ്റോ ആണെങ്കിൽ അവിടെ കൊമ്പരാറ്റീവ് ഫോമിൽ ഉപയോഗിക്കും. അത് മൂന്നിൽ കൂടുതലോ സബ്ജക്റ്റൊക്കെ വെച്ചാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മൾ സൂപ്പർലാറ്റീവ് ഫോമിൽ വേണം പറയാൻ. കാരണം കുറേ എണ്ണത്തിൽ നിന്ന് ഇതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ദ ബെസ്റ്റ് എന്നുള്ള വേർഡാണ് എടുക്കുക. ഇപ്പം 2 ഫോണോ അല്ലെങ്കിൽ 2 ബുക്കൊക്കെ വെച്ചിട്ട് ഇതിൽ ഏതാണ് ഏറ്റവും വലുത് അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് ചോദിക്കുമ്പോൾ എന്നാ വിച്ച് ഈസ് ബെറ്റർ അല്ലെങ്കിൽ വിച്ച് ഈസ് ബിഗർ എന്നൊക്കെയാണ് പറയുന്നത്. അതാണ് കൊമ്പരാറ്റീവ്. ഓക്കെ, കൊമ്പരാറ്റീവിന് നോർമലി ഇംഗ്ലീഷിലെ പോലെ തന്നെ ജർമ്മനിലും ആയിരിക്കും വരിക. എൻഡിൽ സൂപ്പർലാറ്റീവിൽ ESTENO അല്ലെങ്കിൽ STENO ആയിരിക്കും. അപ്പോൾ നമുക്ക് കേസ് 1ലേക്ക് നോക്കാം. If adjective ends in D, T, S, topless, double S, Z, SA, HA, T, Z അല്ലെങ്കിൽ എക്സിലൊക്കെയാണ് അവസാനിക്കുന്നതെങ്കിൽ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ ESTEN വേണം ആഡ് ചെയ്യാൻ. കാരണം ഓൾറെഡി അതിൻ്റെ കൂട്ടത്തിൽ വന്നാൽ മാത്രമേ അതിൻ്റെ പ്രൊനൗൺസിയേഷൻ ഒന്ന് ഓക്കെ ആവുള്ളൂ. ഓക്കെ, പോസിറ്റീവ് ഫോമിൽ എക്സാമ്പിൾ നോക്കിയോ. നെറ്റ്, കൊമ്പറാറ്റീവിലേക്ക് നെറ്റ്, സൂപ്പർലാറ്റീവ് നെറ്റസ്റ്റൻ. ഓക്കെ, ബില്ലിഷ്, ബില്ലിഗർ, ബില്ലിക്സ്റ്റൻ. ഇവിടെ G ആണ് അവസാനിക്കുന്നത്, അതുകൊണ്ട് വേണ്ട, ജസ്റ്റ് STEN മാത്രം മതി. ഹെൽ, ഹെല്ല, ഹെൽസ്റ്റൻ. ക്ലൈൻ, ക്ലൈനർ, ക്ലൈൻസ്റ്റൻ. ടീഫ്, ടീഫർ, ടീഫ്സ്റ്റൻ. ഷ്നെൽ, ഷ്നെല്ലർ, ഷ്നെൽസ്റ്റൻ. ലാങ്സാം, ലാങ്സാമർ, ലാങ്സാംസ്റ്റൻ. ശ്ലേഷ്ട്, ശ്ലേഷ്ടർ, ശ്ലേഷ്ടസ്റ്റൻ. ഫ്രഷ്, ഫ്രിഷർ, ഫ്രിഷസ്റ്റൻ. ഇതിൻ്റെയൊക്കെ മീനിങ് എന്താ? നെറ്റ്, നൈസ്, ബില്ലിഷ്, ചീപ്പ്. ഹെൽ, ബ്രൈറ്റ്. ക്ലൈൻ, സ്മോൾ. ടീഫ് എന്ന് പറഞ്ഞാൽ ഡീപ്പ്. ഷ്നെൽ എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ്. ലാങ്സാം, സ്ലോ. ശ്ലേഷ്ട് എന്ന് പറഞ്ഞാൽ ബാഡ്. ഫ്രിഷ് എന്ന് പറഞ്ഞാൽ ഫ്രഷ്. അറിയത്തില്ലാത്ത വേർഡ്സ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലിയോയിൽ പോയി സെർച്ച് ചെയ്യാം. ഓക്കെ, അതുപോലെ കൊമ്പരാറ്റീവ് ഫോം ആൻഡ് കേസ് 2 ആണ് നമ്മളിപ്പോൾ നോക്കുന്നത്. കൊമ്പരാറ്റീവിലും സൂപ്പർലാറ്റീവ് ഫോമിലും ഉംലൗട്ട് വരുന്ന കേസുകളാണിത്. ഇത് കൂടുതലും തന്നെ നമ്മൾ കാണുന്നത് സിംഗിൾ വൗവലുള്ള വേർഡ്സിന് ഒരു 90% ഇങ്ങനെ ഉംലൗട്ട് ഇട്ടായിരിക്കും വരുന്നത്. ഓക്കെ, ഒരൊറ്റ വൗവലേ ഉള്ളെങ്കിൽ A, O, U അങ്ങനെ ഏതെങ്കിലും ഒരു വൗവലൊക്കെ വരുന്നുള്ളൂ എങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ ഒട്ടുമിക്ക ടൈമിലും ഉംലൗട്ട്സ് ഉണ്ട്. പിന്നെ എല്ലായിടത്തും ഒരു വൗവലുള്ളിടത്ത് മാത്രം ഉംലൗട്ട് വരെയുള്ളൂ എന്നില്ല, ഒരു എക്സെപ്ഷൻ കേസുകളും ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ നോക്കിയോ. ഗ്രോസ്, അവിടെ ഉംലൗട്ട് വരും. ഗ്രോസ്, ഗ്രോസ്റ്റൻ. ഏമർ, എയിംസ്റ്റൻ. ക്രാങ്ക്, ക്രേങ്കർ, ക്രേങ്സ്റ്റൻ. ഷാഫ്, ഷേഫർ, ഷേഫ്സ്റ്റൻ. ഗെസുണ്ട്, ഗെസുണ്ടർ, ഗെസുണ്ടസ്റ്റൻ. വാം, വേമർ, വേംസ്റ്റൻ. അതുപോലെ ഹോക്ക്, യുങ്, ലാങ്, ഖുസ്, ആൾട്ട്, ഷോൺ, സ്റ്റാർക്ക്. ഇതിനൊക്കെ ഉംലൗട്ട്സ് വരുന്ന കേസാണ്. ഇത് നിങ്ങൾ തന്നെ ടൈപ്പ് ചെയ്യുക, എന്നിട്ട് സെർച്ച് ചെയ്യുക കേട്ടോ. ലിയോയിൽ നോക്കിയാൽ മതി, നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. അതിൽ കേസ് 3 എന്ന് പറയുന്നത് ഇഫ് അഡ്ജക്റ്റീവ് എൻഡ്സ് EL or ERലാണ് അഡ്ജക്റ്റീവ് എൻഡ്സ് ചെയ്യുന്നതെങ്കിൽ കൊമ്പരാറ്റീവ് ഫോമിൽ, ഓക്കെ, ഓൺലി കൊമ്പരാറ്റീവ് ഫോമിൽ മാത്രമല്ല, കൊമ്പരാറ്റീവ് ഫോമിൽ ഇറ്റ് ചേഞ്ചസ് ടു LER അല്ലെങ്കിൽ RERലേക്ക് മാറും. ഇപ്പോൾ എക്സാമ്പിൾ നോക്കിയോ. ടോയർ, ടോയർ എന്നുള്ള ERലാണ് അവസാനിക്കുന്നത്, അതുകൊണ്ട് തന്നെ RERലേക്ക് പോണത്. അപ്പം ടോയ്റർ എന്ന് വരും. ടോയ്റർ. ടോയസ്റ്റൻ. സ്പെല്ലിംഗ് ശ്രദ്ധിക്കണം കേട്ടോ. ടോയ്റർ. ഡുങ്കിൾ വരുമ്പോൾ EL അവസാനിക്കുന്നത് ഡുങ്ക്ലർ. ഡുങ്ക്ലർ, ഡുങ്കൽസ്റ്റൻ. സൗബർ, സൗബ്രർ, സൗബർസ്റ്റൻ. സൗർ, സൗരർ, സൗർസ്റ്റൻ. സൗരർ എന്ന് പറഞ്ഞാൽ സോർ എന്നാണ് മീനിങ്. അതുപോലെ കേസ് 4 വരുന്നത് ചേഞ്ച് ഇൻ സ്റ്റെം. നമുക്ക് ഇംഗ്ലീഷിലുണ്ടല്ലേ ഗുഡ് എന്നുള്ളത് കൊമ്പരാറ്റീവിൽ ബെറ്റർ, സൂപ്പർലാറ്റീവിൽ ദ ബെസ്റ്റ്. അതുപോലെയാണ് ജർമ്മനിൽ ഗുഡ് വരും, ബെസർ വരും, ബെസ്റ്റൻ എന്ന് വരും. ഓക്കെ, അതുപോലെ ഗേൺ എന്നുള്ളത് ലീബർ, ലീബ്സ്റ്റൻ. ലൈക്ക്, പ്രിഫർ, പ്രിഫേർഡ് എന്നൊക്കെയുള്ള മീനിങ്, ദ മോസ്റ്റ് പ്രിഫേർഡ് എന്ന്. സെയർ അല്ലെങ്കിൽ ഫീലാണ് വരുന്നതെങ്കിൽ മേയർ എന്നായിരിക്കും കൊമ്പരാറ്റീവിൽ, മൈസ്റ്റ് എന്നായിരിക്കും സൂപ്പർലാറ്റീവിൽ. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. മൈ ഫോൺ ഈസ് ബെറ്റർ ദാൻ യുവർ ഫോൺ. അപ്പോൾ എങ്ങനെയാണ്? മൈൻ ഹാൻഡി ഈസ് ബെസർ ആൽസ് ഡൈൻ ഹാൻഡി. മൈ കാർ ഈസ് ബെറ്റർ. ഓക്കെ, നോക്കുക. ബെസർ എന്നുള്ളത് കണ്ടോ, ബെറ്റർ ദാൻ യുവർ ഫോൺ. 2 ഫോണുകളെ തമ്മിലാണ് നമ്മളിവിടെ ഇത് കമ്പാരിസൺ ചെയ്യുന്നത്. അപ്പോൾ ബെസർ എന്ന കൊമ്പരാറ്റീവ് എടുത്തു. അതുപോലെ ദാൻ എന്ന് ബെസറിൻ്റെ കൂട്ടത്തിൽ ദാൻ വരുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ആൽസ് എന്നാട്ടോ എഴുതുക.
അതുപോലെ വേണേൽ ജസ്റ്റ് ചുമ്മാ എങ്ങനെയാണെങ്കിലും എഴുതാം. മൈ കാർ ഈസ് ബെറ്റർ. ഇത് ഉദ്ദേശിക്കുന്നത് രണ്ട് ഒബ്ജക്റ്റിനെ തമ്മിൽ കമ്പയർ ചെയ്തിട്ട് എൻ്റെ കാറാണ് നല്ലതെന്ന് പറഞ്ഞു, ബെറ്റർ എന്ന് പറഞ്ഞു. അപ്പം മൈൻ ഔട്ടോ ഈസ് ബെറ്റർ. മൈ കാർ ഈസ് ഗുഡ്. മൈൻ ഔട്ടോ ഈസ് ഗുഡ്. മൈ കാർ ഈസ് ദ ബെസ്റ്റ്. അതായത് മൂന്നോ അല്ലെങ്കിൽ എത്രയോ നമ്പർ ഓഫ് കാർസിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് എൻ്റെ കാറാണെന്ന് പറയുമ്പോൾ എന്താ, മൈൻ ഔട്ടോ ഈസ് ബെസ്റ്റ് എന്ന് വേണം പറയാൻ. ഓക്കെ. മൈ ബൈക്ക് ഈസ് ഫാസ്റ്റ്. തന്നെ ട്രൈ ചെയ്യുക കേട്ടോ, സ്റ്റോപ്പ് ചെയ്യുക എന്നിട്ട് തന്നെ ട്രൈ ചെയ്യുക പോസ് ചെയ്തിട്ട്. മൈൻ മോട്ടോറാഡ് ഈസ് സ്നെൽ. അടുത്ത മൈ ബൈക്ക് ഈസ് ഫാസ്റ്റർ ദാൻ ഹിസ് ബൈക്ക്. പോസ് ചെയ്യുക, ആൻസർ ചെയ്താൽ കേട്ടോ. എങ്ങനെ വരും? മൈൻ മോട്ടോറാഡ് ഈസ് സ്നെല്ലർ ആസ് സൈൻ മോട്ടോറാഡ്. മൈ ബൈക്ക് ഈസ് ദ ഫാസ്റ്റസ്റ്റ്. അല്ലേ, മൂന്നും അതിൽ കൂടുതലോ തമ്മിൽ കമ്പയർ ചെയ്തേക്കുന്നതാണ്. മൈൻ മോട്ടോറാഡ് ഈസ് സ്നെൽസ്റ്റൻ. ഓക്കെ. അതുപോലെ തന്നെ അപ്പോൾ അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മൾ വേറെ നോക്കേണ്ടതാണ്. ചിലപ്പം ആസ് ഇമ്പോർട്ടൻറ്റ് ആസ്, ഓൾമോസ്റ്റ് ആസ് ഇമ്പോർട്ടൻറ്റ് ആസ് എന്നൊക്കെ പറഞ്ഞ് ചില ടൈം നമ്മൾ യൂസ് ചെയ്യുമല്ലോ. അങ്ങനെ യൂസ് ചെയ്യുന്ന ജർമ്മനിൽ എങ്ങനെയാണെന്ന് നോക്കാൻ പോകുന്നത്. അതിന് സോ പ്ലസ് അഡ്ജക്റ്റീവ് പ്ലസ് വി എന്ന ഫോമിലായിരിക്കും വരിക. അതായത് ആസ് ഡാഷ് ആസ്. ഓക്കെ, ഇങ്ങനെ പറയാം. ആസ് ഇമ്പോർട്ടൻറ്റ് ആസ് ബ്യൂട്ടിഫുൾ ആസ് ഫാസ്റ്റ് ആസ്, അല്ലെങ്കിൽ ആസ് ലോ ആസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആസ് വരുമ്പം സോ എഴുതണം, അഡ്ജക്റ്റീവ് പോസിറ്റീവ് ഫോമിൽ എഴുതണം, പിന്നെ വി എഴുതാം. ഓക്കെ, ഇവിടെ നോക്കിയോ, ആസ് ഇമ്പോർട്ടൻറ്റ് ആസ് എന്നുള്ളൊരു എക്സാമ്പിളാണേ. സോ വിഷ്ടിഷ് വി. ഓൾമോസ്റ്റ് ആസ് ഇമ്പോർട്ടൻറ്റ് ആസ് എന്നാണെങ്കിൽ ഫാസ്റ്റ് സോ വിഷ്ടിഷ് വി. ജസ്റ്റ് ആസ് ഇമ്പോർട്ടൻറ്റ് ആസ് എന്നാണെങ്കിൽ genau so wichtig wie. നോട്ട് ആസ് ഇമ്പോർട്ടൻറ്റ് ആസ് എന്നാണെങ്കിൽ nicht so wichtig wie. ട്വൈസ് ആസ് ഇമ്പോർട്ടൻറ്റ് ആണെങ്കിൽ doppelt so wichtig wie. ഹാഫ് ആസ് ഇമ്പോർട്ടൻറ്റ് ആസ് എന്നാണെങ്കിൽ halb so wichtig wie. ഓക്കെ, അപ്പോൾ അത്രയാണ്. അടുത്തത് ഇമ്പോർട്ടൻറ്റ് ദാൻ. ഒരു ദാൻ വരുന്ന എങ്ങനെയാണെന്ന് നോക്കുകയാണ് ചെയ്യുന്നത്. കമ്പരാറ്റീവ് ഫോം വരുന്നത് wichtiger als. ഓക്കെ. അതുപോലെ ചില ടൈമിൽ നമ്മൾ പറയില്ല ഇറ്റ് ഈസ് ടു ഇമ്പോർട്ടൻറ്റ് ഫോർ മീ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ടു എക്സ്പെൻസീവ്, ഇറ്റ് ഈസ് ടു ബിഗ്. അതായത് ഭയങ്കര വലുതാണ്, ഭയങ്കരമായിട്ടെന്നുള്ളൊരു മീനിങ് പറയാം. അപ്പോൾ ടു എന്നുള്ളത് നമ്മൾ ഇംഗ്ലീഷിൽ ടു ടി ഒ എഴുതും, ജർമ്മനിൽ അത് ജസ്റ്റ് സൂ മാത്രമേ എഴുതും കേട്ടോ. സൂ വെഷ്ടിഷ് അല്ലെങ്കിൽ സൂ ടോയർ എന്ന്. അപ്പോൾ അഡ്ജക്റ്റീവിൻ്റെ കൊടുത്ത് സൂ വരുമ്പം അതിൻ്റെ അർത്ഥം ടു എന്നുള്ള മീനിങ് ആണ്. ഓക്കെ. ഫോർ എക്സാമ്പിൾ നോക്കിയോ, മൈ മദർ ഈസ് ആസ് ബ്യൂട്ടിഫുൾ ആസ് മിസ് ഇന്ത്യ. ഉൻസറെ മുറ്റർ ഈസ് സോ ഷോൺ വി മിസ് ഇന്ത്യ. കണ്ടോ, സോ ഷോൺ വി. TV is not as important as my phone. Mein Fernseher ist nicht so wichtig wie mein Handy. My son is taller than his son. Dein Sohn, your son. Okay, dein Sohn ist größer als sein Sohn. Also Martin is older than me. അങ്ങനെ ട്രൈ ചെയ്യാം കേട്ടോ. ഓൾഡ് എന്ന് പറഞ്ഞാൽ ആൾട്ട്. അപ്പം ഇത് ഓൾഡർ എന്നായതുകൊണ്ട് ആൾട്ടർ എന്നാണ് ഓൾറെഡി ആ ഓൾഡർ എന്നുള്ളതിൻ്റെ കേട്ടോ. അപ്പോൾ ആൾട്ടറിൻ്റെ കൂട്ടത്തിലാണ് നിങ്ങൾ ആഡ് ചെയ്യേണ്ടത്. മാർട്ടിൻ ഈസ് ഏൽറ്റർ ആൽസ് ഇഷ്, അല്ലേ, ഏൽറ്റർ. അതുപോലെ ആൽസ് ഇഷ് ആണ് എഴുതേണ്ടത്. കാരണം എന്താ, നോമിനാറ്റീവിൽ വേണം രണ്ട് സബ്ജക്റ്റിലും രണ്ട് ഒബ്ജക്റ്റ് എന്തിനാണോ കമ്പയർ ചെയ്യുന്നത് ആ രണ്ട് പേരെയും നമ്മൾ നോമിനാറ്റീവ് കേസിലാട്ടോ എഴുതേണ്ടത്. അപ്പോൾ ആൽസ് ഇഷ് ഇതപ്പോൾ എപ്പോഴും മനസ്സിലിരിക്കണം. ഓക്കെ. അടുത്തതാണ് മാർട്ടിൻ ഈസ് ദ ഓൾഡസ്റ്റ്. മാർട്ടിൻ ഈസ് എൽറ്റസ്റ്റ്. ഓക്കെ. അതുപോലെ when the superlative comes just before the noun, then cut the n and am. Okay, cut n from the end and am. Okay, എന്ന് പറഞ്ഞാണല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അമ്മും കട്ട് ചെയ്യണം, അതുപോലെ എൻ ഫ്രം ദ എൻഡ്, ലാസ്റ്റ് നിന്ന് എന്നിനെയും കട്ട് ചെയ്ത് കളയണം. ഓക്കെ, എക്സാമ്പിൾ നോക്കാം. ദ മൗണ്ട് എവറസ്റ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് മൗണ്ടൻ, അല്ലെങ്കിൽ ഹയസ്റ്റ് മൗണ്ടൻ എന്നൊക്കെ പറയുമ്പം ദ ബിഗ്ഗസ്റ്റ്, ദ ഹയസ്റ്റ്, കുറേ എണ്ണത്തിനെ കമ്പയർ ചെയ്തിട്ടാണല്ലോ പറയുന്നത് ഇവിടെ. ദ ബിഗ്ഗസ്റ്റ്, ദ ഹയസ്റ്റ്. പക്ഷെ നമ്മൾ നൗണിൻ്റെ കൂട്ടത്തിലാണ് ചേർക്കുന്നത്. അങ്ങനെ നൗണിൻ്റെ മുന്നേ ആണ് ഇങ്ങനെ വരുന്നതെങ്കിൽ നമ്മൾ
മൗണ്ട് എവറസ്റ്റ് ഈസ് ദെയർ ബെർഗാണ്. അപ്പോൾ ദെയർ എഴുതി. അതിന് അഡിക്റ്റീവ് എഴുതുമ്പോൾ ഗ്രോസ്റ്റേ അല്ലെങ്കിൽ ഹോക്സ്റ്റേ ബെർഗ് എന്ന് എഴുതുള്ളൂ. കാരണം നമ്മൾ ഗ്രോസ്റ്റിൻ്റെ എന്നും കട്ട് ചെയ്ത് കളയും, അമ്മും കട്ട് ചെയ്ത് കളയും. ഇവിടെ ഓൾറെഡി ആർട്ടിക്കിൾ ഉണ്ട്, അപ്പോൾ അമ്മിൻ്റെ ആവശ്യമില്ല. പ്ലസ് അതിൻ്റെ എന്ന് കട്ട് ചെയ്ത്, അപ്പോൾ ദർ ഗ്രോസ്റ്റേ ബെർഗ് അല്ലെങ്കിൽ ദർ ഹോക്സ്റ്റേ ബെർഗ്. ഓക്കെ, അപ്പോൾ എഴുതിക്കത് കാർ, മൈ കാർ ഇസ് ദ മോസ്റ്റ് എക്സ്പെൻസീവ് കാർ ഇൻ ദ വേൾഡ്. പോസിയ എഴുതാം കേട്ടോ. Mein Auto ist das teuerste Auto in der Welt. Aishwarya is the most beautiful lady. പോസിയ എഴുതുക. Aishwarya is the schönste Frau. Tim is the smallest boy in the class. Tim is the kleinste Junge in the class. അല്ലെ, ബോയുടെ കൂട്ടത്തിലാണ് ദ സ്മോളസ്റ്റ് എന്നുള്ള വന്നത്. അപ്പം ദർ യുങ്ങെ ആണ്, അതിൻ്റെ കൂട്ടത്തിൽ ദർ ക്ലൈൻസ്റ്റേ യുങ്ങെ. Today it is colder than yesterday. Heute ist es kälter als gestern. അല്ലെങ്കിൽ es ist heute kälter als gestern. The carrots are fresher than the tomatoes. The Karotten sind frischer als die Tomaten. The carrots are too expensive. അല്ലെങ്കിൽ too good, അല്ലെങ്കിൽ too fresh എന്നൊക്കെ പറയുകയാണെങ്കിൽ. The Karotten sind zu teuer. My coffee is not as sweet as your tea. Pause ചെയ്യാട്ടോ. Mein Kaffee ist nicht so süß wie dein Tee. My wife is as beautiful as her mother. Meine Frau ist so schön wie ihre Mutter. The lemon is saurer than orange. The Citrone is saurer als Orange. Peter is healthier than his wife. Healthier than like comparative form ആണ്. So Peter is gesünder als seine Frau. Anna is the nicest. അതുപോലെ Anna is the nicest girl എന്നുള്ളത് എഴുതണം. ഓക്കെ, നൈസസ്റ്റും nicest girl. Anna is the nettest. അതുപോലെ Anna is the nicest girl എന്നാണെങ്കിൽ Anna is das netteste Mädchen. das Mädchen ആണ്, അതിൻ്റെ അടുത്ത് netteste അല്ല, netteste എന്ന് നമ്മൾ കട്ട് ചെയ്യും, അമ്മും കട്ട് ചെയ്യും. Tomorrow is the warmest day. Today is the warmest day. Heute ist der wärmste Tag. Okay, tschüss.